ഹെൽപ്ലെസ്നെസ് ആണ് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ഒരാൾക്കൊരു വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അത് അംഗീകരിക്കുക. എല്ലാ പ്രണയവും സെയിം അല്ല, എല്ലാ വ്യക്തികളും സെയിം അല്ല. ഇഫ് യു ആർ വില്ലിംഗ് ടു ഗിവ് ടൈം, ദർ വിൽ ബി ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ ദെയർ മെന്റൽ ഹെൽത്ത്. ആരോഗ്യകരമായ ഒരു ശരീരത്തെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആരോഗ്യകരമായ ഒരു മനസ്സ്. നമ്മൾ ഒരുപക്ഷെ 1ാം ക്ലാസ് മുതൽ കേട്ടുവരുന്ന ഒരു സെന്റൻസ് ആണ്. പക്ഷെ ഇത് എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ഇത് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. നമ്മോടൊപ്പം ഇന്ന് MBFL വേദിയിൽ ഡോക്ടർ ശൈലേഷ് ചേർന്നു. ഹായ് മാം. ഹലോ. MBFL പോലുള്ള വേദികൾ നമ്മുടെ മെന്റൽ ഹെൽത്തിന് എത്രമാത്രം ഹെൽപ്പ് ചെയ്യും? ഈ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇത്രയധികം ആൾക്കാർക്ക് എക്സ്പ്രസ് ചെയ്യാനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മളെ ഒരു ടണൽ വിഷൻ ബ്രേക്ക് ചെയ്യാനും ഇത്രയും ഒരു അവസരം കൊടുക്കുന്ന ഒരു വേദി വേറെ ഉണ്ടോ? അത് ഒരുപാട് നമ്മുടെ ചിന്താഗതികൾ വിശാലമാക്കാനും വൈവിധ്യമാർന്ന കാര്യങ്ങൾ കാണാനും ഒറ്റ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നുള്ള ആ ഒരു റിജിഡിറ്റിയൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇതിനേക്കാളേറെ ഇന്റലക്ച്വലി മനുഷ്യനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമോഷണലി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വേദികൾ വളരെ കുറവല്ലേ? അതെ അതെ. അപ്പോൾ നമ്മൾ കേരളത്തിന്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികൾക്ക് കേരളത്തിന് നമുക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? എൻ്റെ ഒരു പേഴ്സണൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനൊരു 6 മാർക്കേ കൊടുക്കുള്ളൂ. 6 മാർക്ക്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പണ്ട് ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മോർ ദാൻ 20 years ആയി. അപ്പോൾ ആദ്യ സമയത്ത് ആൾക്കാർ ഇതിന് ഹെൽപ്പ് എടുത്തിരുന്നത് ഭയങ്കര കുറവായിരുന്നു, കുറേ സ്റ്റിഗ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നാണെങ്കിൽ ഞാനൊരു പക്ഷേ ഇത്രയും പോലും മാർക്ക് കൊടുക്കില്ല. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ കുറേയും കൂടി ആൾക്കാർ അപ്കമിങ് ആയിട്ട് വരികയും ഹെൽപ്പ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ മനുഷ്യരെ ഓപ്പൺ ആയിട്ട് ചിന്തിക്കാനും നോൺ ജഡ്ജ്മെൻ്റൽ ആവാനും മലയാളി ഇനിയും കുറച്ചും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനസികാരോഗ്യത്തിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അതിപ്പോൾ ഒരു മലയാളിയുടെ കുറ്റമല്ല. നമുക്ക് അത്തരത്തിലുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രെയിനിങ്ങോ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കിട്ടാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ അത്തരം വിഷയങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള വേദി നമ്മുടെ ഫാമിലീസിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലാണ്ട് അത് ഒരു ജനത എന്നുള്ള രീതിയിൽ നമ്മുടെ കുറ്റമൊന്നുമല്ല. നമുക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകത്തേത് ജനതയെക്കാളും മികച്ച രീതിയിൽ നമ്മളിത് കൈകാര്യം ചെയ്തേനെ. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന സംഭവമാണ് ഡിപ്രഷൻ. എനിക്ക് ഡിപ്രഷൻ 2 ദിവസം കഴിഞ്ഞാൽ ഡിപ്രഷൻ മാറി, എനിക്ക് വീണ്ടും ഡിപ്രഷൻ. ഇങ്ങനെ പൊതുവെ ഒരു കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. ആക്ച്വലി എന്താണ് ഈ ഡിപ്രഷൻ? ഒന്നാമത് ഒരു 2 ദിവസത്തേക്ക് മാത്രം വന്നു പോകുന്നൊരു സാധനമല്ല ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ക്ലിനിക്കലായിട്ടുള്ള ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഒരു രോഗനിർണയമാണ്, അതിൻ്റെ ഒരു സൂചികയാണ്. അപ്പോൾ അത് 2 ദിവസത്തേക്കല്ല ഉണ്ടാവുക. ഡിപ്രഷൻ എന്ന് പറയുന്ന ക്ലിനിക്കൽ സിംറ്റം ക്വാളിഫൈ ചെയ്യാനായിട്ട് നമുക്ക് 2 ആഴ്ചക്കാലത്തേക്ക് നിർബന്ധമായിട്ടും രോഗലക്ഷണങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 2 ദിവസം ഞാൻ ഡിപ്രസ്ഡ് ആയിരുന്നു എന്ന് പറയുന്നത് തൽക്കാലത്തേക്കുള്ള മൂഡ് ഓഫ് മാത്രമാണ്. അപ്പം നമ്മൾ വിചാരിച്ചൊരു കാര്യം നടന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒരാൾ പെരുമാറിയില്ല, ഇച്ഛാഭംഗം, നിരാശ ഒക്കെ നേരിടേണ്ടി വരുന്നതിനെയൊക്കെ നമ്മൾ വളരെ കോമൺലി ഡിപ്രഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിപ്പോൾ വിശേഷിപ്പിക്കുകയാണ്. പക്ഷെ അതങ്ങനെയല്ല, തികച്ചും ക്ലിനിക്കലായിട്ടുള്ള കാര്യമാണ്. പിന്നെ ബേസിക്കലി സമൂഹത്തിന് ചെയ്യാവുന്നത് ഒരാൾക്കൊരു വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അത് അംഗീകരിക്കുക. ശരിയാണ്, വിഷമമുണ്ട്, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ചിലപ്പം അവർക്കൊന്നും ചെയ്തു കൊടുക്കാനില്ലായിരിക്കും, അവർക്ക് വേണ്ടതൊരു ലിസണിങ് ഇയർ ആയിരിക്കും. അത് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സൊസൈറ്റിയിലെ ഒരാൾ വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാധനമാണ്. നമുക്കൊരു ലിസണിങ് ഇയർ കൊടുക്കാൻ പറ്റുമോ, നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ, നമുക്ക് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അവരുടെ കൂടെ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ അവർക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമുക്കൊരു ടൂളായിട്ട് മാറാൻ പറ്റും. ക്യാൻ യു ബി ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഹെൽപ്പിംഗ് ദം? അതാണ് നമുക്ക് സൊസൈറ്റിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്നത് റെമഡി അല്ല, സപ്പോർട്ടാണ്. ഞങ്ങളിത് മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ ഒപ്പമുണ്ട് എന്നുള്ള ഒരു കരുതലാണ് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ. പിന്നെ ചിലപ്പം വിഷാദമുള്ള ആൾക്ക് എനിക്കൊരു ക്ലിനിക്കലി ഒരു ബുദ്ധിമുട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാനൊരു ഹെൽപ്പ് എടുക്കേണ്ടതാണെന്നോ എന്നുള്ള ഒരു ധാരണ ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ അവർ വിചാരിക്കുക ഏതൊരു വിഷമവും പോലെ ഇതും കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും എന്നായിരിക്കും അവർ വിചാരിക്കുക. അപ്പോൾ അവരങ്ങനെ വെയിറ്റ് ചെയ്യും. പക്ഷേ വെയിറ്റ് ചെയ്തിട്ടും ഒരു ബിയോണ്ട് ദ പോയിന്റ് ഓഫ് റെലവൻസ് ഇത് തുടരുമ്പോഴാണ് നമ്മൾ സത്യത്തിൽ ഒരു ക്ലിനിക്കൽ ഹെൽപ്പൊക്കെ എടുക്കേണ്ടി വരുന്നത്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജോലി അഫക്റ്റഡ് ആവുകയോ അവരുടെ കോൺസെൻട്രേഷൻ ബാധിക്കപ്പെടുകയോ അവരുടെ ബന്ധങ്ങൾ മോശമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഉദാഹരണം ചൂണ്ടിക്കാണിച്ച് നമുക്ക് ഹെൽപ്പ് എടുക്കാൻ സമയമായി എന്ന് ഈ പറയുന്ന ആളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും. ഇനി എത്ര കാലം നീണ്ടു നിൽക്കും ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജ് എന്ന് വെച്ചാൽ? സാധാരണ അത് പല തരത്തിലുണ്ടല്ലോ. ഇപ്പൊ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ഒറ്റയൊരു ഡയഗ്നോസിസ് അല്ല, അതിന് പല പല കാറ്റഗറീസും അത് ചിലപ്പോൾ മറ്റ് പല അസുഖങ്ങളുടെ കൂടെ കോ എക്സിസ്റ്റ് ചെയ്തും ഒക്കെ വരാം. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു
സാമാന്യവൽക്കരണം പോസിബിൾ അല്ല. ഇത്ര ദിവസം കഴിയും, ആ ദിവസം കഴിയുമ്പോൾ സ്വിച്ചിട്ട പോലെ നിൽക്കും, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം, നിങ്ങളുടെ ജനിതകപരമായ പാരമ്പര്യം, ഇതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, നിങ്ങൾക്കൊരു ഓൺഗോയിങ് റിയൽ ലൈഫ് സ്ട്രെസ്സർ ഉണ്ടോ, ഇതിനൊക്കെ അനുസരിച്ച് ഇതിൻ്റെ കാലാവധിയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, മാനസികാരോഗ്യം ഇൻഡിവിജ്വലൈസ്ഡ് ആൻഡ് യുണീക്കാണ്, തനതാണ്. അത് എല്ലാവരുടെയും ഒരുപോലെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ യുവാക്കളില് കുറെ കൂടി ഫിയർ ഓഫ് ലോസ് കൂടിക്കൊണ്ടുവരുന്നു. ലോസ് അത് കൂടിക്കൊണ്ടുവരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതെന്തുകൊണ്ടായിരിക്കും? മനുഷ്യരിൽ ഇൻസെക്യൂരിറ്റി കൂടി വരികയാണ്. ഒരുപക്ഷെ എന്തൊക്കെ കൊണ്ടായിരിക്കും? എല്ലാ കാലവും നിലനിൽക്കും എന്ന് തോന്നുന്ന നല്ല ബന്ധങ്ങൾ നമുക്ക് കുറവാണ്. ഒരുപക്ഷെ ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തോട് കൂടിയിട്ട് എല്ലാവരും അവരവരുടെ ഒരു എന്താ പറയുക, ഒരു സെൽഫിഷ് ഒരു നേച്ചറിലേക്ക് കാര്യങ്ങൾ നീക്കുന്ന ഒരവസ്ഥ തൊഴിലിടങ്ങളിൽ വന്നതോടുകൂടി അതൊരു പക്ഷേ അത് സൗഹൃദത്തിലേക്കും പതുക്കെ കുടുംബങ്ങളിലേക്കും ഒക്കെ വ്യാപിക്കുന്നത് പോലെയാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഇൻസെക്യൂരിറ്റി കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെയുള്ള ആലോചനകളൊക്കെ മനുഷ്യർക്ക് വരുന്നത്. ഇപ്പം നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ, പഴയത് എനിക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം, ഇപ്പൊ ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ ഈ പ്രണയങ്ങളിൽ ഒരു നോ പറഞ്ഞ് പുറത്തു പോകാൻ, ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തു പോകാൻ ഇത്രമാത്രം പ്രയാസമുള്ളത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അതൊരു കൊലപാതകത്തിലേക്കും തമ്മിലുള്ള അറ്റാക്കുകളിലേക്കും മാറുന്നത് എന്തുകൊണ്ടാണ്? അതൊരു വളരെ വലിയ വിഷയമാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്രണയം തന്നെ 6 തരത്തിലുണ്ട്. അപ്പം നിങ്ങളുടെ പ്രണയം ഏത് തരത്തിലാണ് എന്നുള്ളതിനനുസരിച്ചും നിങ്ങൾ പ്രണയിക്കുന്ന ആളുടെ പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വം അത് ഏത് തരത്തിലുള്ളതാണെന്നുള്ളതിനെയും ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് ആ സ്പേസിൽ നോ പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ പ്രണയിക്കുന്ന ആൾക്കൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് വിചാരിക്കും, ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി പോലെ അല്ലെങ്കിൽ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി പോലെ. പിന്നെ നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് വളരെ പൊസസീവായ, ഒബ്സസീവായ, ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി ഇല്ലാത്ത ഒരാളെ ഇങ്ങനെ എന്താ പറയുക, കോഴിയൊക്കെ കൊട്ടയിട്ട് മൂടി പിടിക്കുന്ന വിധത്തിലുള്ള അങ്ങനത്തെ ഒരു പൊസിഷനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ നോ പറയാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ എഗെയിൻ എല്ലാ പ്രണയവും സെയിം അല്ല, എല്ലാ വ്യക്തികളും സെയിം അല്ല. മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വീണ്ടും വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എവറി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെൻറ്റ്. അയാളുടെ വ്യക്തിപരമായ അയാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ വേൾഡ്, വേർ ഇസ് ഹി ഓർ ഷീ കമ്മിങ് ഫ്രം, അത് മനസ്സിലാക്കാതെ നമുക്ക് ഒരു തരത്തിലുള്ള ജഡ്ജ്മെൻറ്റുകളും ഇതിൽ പോസിബിൾ അല്ല. ഓക്കെ, നമ്മൾ എല്ലാവരും ഞെട്ടിച്ചൊരു കാര്യമാണ് എറണാകുളത്ത് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണം. ഈ കുട്ടികളില് അല്ലെങ്കിൽ നമ്മൾ ഇവരും അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കുട്ടിയെ അതിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ കുട്ടിയെ അതിലേക്ക് പ്രേരിപ്പിച്ച ആ കാരണങ്ങൾ ആ സമൂഹവും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജനറേഷനും അതിന് ഉത്തരവാദികളാണ്. കുടുംബ ബന്ധങ്ങൾ മോശമാകുന്നത് തീർച്ചയായിട്ടും അതിനൊരു കാരണമാണ്. അതേപോലെ തന്നെ നമ്മൾ കുട്ടികളെ അനുകമ്പ ഉള്ളവരാക്കി വളർത്തുക എന്നുള്ളതും അങ്ങനെ ഒരു സ്കൂൾ കൾച്ചർ ഫോളോ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഓരോ കുട്ടികൾക്കും കയ്യിലുള്ള പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ മികച്ചത്, അല്ലെങ്കിൽ സ്കിൻ കളറിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ചത്, അല്ലെങ്കിൽ ക്വാളിറ്റീസിൻ്റെ എബിലിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്യപ്പെടുക കുട്ടികൾ എന്ന് പറയുന്നത് വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഒരു കുടുംബത്തിൽ ഒരു കുട്ടിക്ക്, ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി, ബുള്ളിങ്ങിനെ പറ്റിയിട്ട്. ഒരു കുടുംബത്തിൽ കുട്ടിക്ക് തുറന്ന് പറയാനുള്ളൊരു അവസരം കുറവാണെന്നുണ്ടെങ്കിൽ അത് ഫ്രസ്ട്രേഷൻ ആ കുട്ടിയുടെ ഉള്ളിൽ പൈലപ്പ് ആവാണ്. കാര്യം കുട്ടി അത് അമർത്തി വെച്ച് എവിടെയും എക്സ്പ്രസ് ചെയ്യാനില്ലാണ്ട് ഹെൽപ്ലെസ്നെസ് ആണ് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ആ ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്യുന്ന പോയിന്റിൽ ആരെങ്കിലും ഒരു കൈത്താങ്ങായിട്ട്, ഇപ്പോൾ വീട്ടിലുള്ളവർ തന്നെ വേണമെന്നില്ല, ഒരു സുഹൃത്താവട്ടെ, ടീച്ചറാവട്ടെ, സ്കൂൾ മേറ്റ് ആവട്ടെ, വീട്ടിലുള്ളവരാവട്ടെ, ബന്ധുക്കളാവട്ടെ, ആരെങ്കിലും ഒരു കൈത്താങ്ങ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ എല്ലാവരും അതിന് റെസ്പോൺസിബിളാണ്. ഇപ്പോൾ ഇരയായ സമയത്ത് തന്നെ ഓപ്പോസിറ്റുള്ള കുട്ടികളും അവരുടെ മെന്റൽ ഹെൽത്തും നമ്മൾ ഒരുപോലെ പരിഗണിക്കേണ്ടതില്ലേ? അതെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കുട്ടികളെ നമ്മളെ എംപത്തറ്റിക് ആയിട്ട് വളർത്തുക, പരസ്പര ബഹുമാനമുള്ളവരാക്കി വളർത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇപ്പം ആൾക്കാരെ പരിഹസിച്ച് സംസാരിക്കുന്നു, ട്രോൾ ചെയ്യുന്നു, കമൻറ്റ് ബോക്സിൽ പോയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതുന്നു. എന്താണ് നമ്മൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? പരസ്പര ബഹുമാനം ഇല്ലായ്മയല്ലേ? അപ്പം നമ്മൾ അഡൾട്ടായിട്ടുള്ളവർ ഇത് കാണിച്ചു കൊടുത്തുകൊണ്ട് കുട്ടികൾ മറ്റു കുട്ടികളെ ബഹുമാനിക്കണം എന്ന് നമ്മൾ എങ്ങനെ അവരോട് പറയും? നമ്മുടെ അടുത്തിടെ ഉയർന്നു വരുന്ന ലഹരി ഉപയോഗം, കുട്ടികളിലെ ലഹരി ഉപയോഗം,
അതും അവരുടെ മെന്റൽ ഹെൽത്തിനെ ഓവർകം ചെയ്യാനായിരിക്കില്ല അവർ ലഹരിയിലേക്ക് നീങ്ങുന്നുള്ളത്. ഐ മീൻ അവരുടെ മാനസികാരോഗ്യത്തെ കുറെ കൂടി അവർക്ക് ഓക്കെ അല്ലാത്തത് കൊണ്ടായിരിക്കില്ലേ അവർ ലഹരിയിലേക്ക് നീങ്ങുന്നത്? ആ ഒരു കാരണം കൂടി ഉണ്ടാവില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം മെന്റൽ ഹെൽത്ത് ഇല്ലായ്മ കൊണ്ടല്ല ലഹരി ഉപയോഗം. ലഹരി ഉപയോഗം എന്ന് പറയുന്നത് ഒരു മാനസിക പ്രശ്നമാണ്. അഡിക്ഷൻ ഇസ് എ സൈക്യാട്രിക് ഇൽനെസ്. ഓക്കെ, അപ്പോൾ അഡിക്ഷനിലേക്ക് നീങ്ങുന്നത് ഇപ്പോൾ കുട്ടികളുടെ തലച്ചോറ് ഡെവലപ്പ് ചെയ്ത് തീരാതെ അവർക്കൊരു വിവേചന ബുദ്ധിയോടുകൂടി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പം അത്തരം സാഹചര്യങ്ങളിലേക്ക് കുട്ടികൾ എക്സ്പോസ്ഡ് ആയാൽ സ്വാഭാവികമായിട്ടും അവർ പരീക്ഷണം നടത്തണമെന്ന് താല്പര്യപ്പെടുന്ന ക്യൂരിയോസിറ്റി ഉള്ള ജനതയാണ് കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർ പിയർ പ്രഷർ ഉണ്ടല്ലോ, എടാ ഞാൻ ഉപയോഗിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചു കുഴപ്പമില്ല ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, പക്ഷേ ചിലപ്പോൾ ഒറ്റ ട്രൈ കൊണ്ട് അവരുടെ ലൈഫ് ലോങ് ചിലപ്പോൾ അവർക്കൊരു സൈക്കാട്രിക് ഇൽനെസ് ഡെവലപ്പ് ചെയ്തു എന്ന് വരാം. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഇതിനെയൊക്കെ പറ്റി ചെറിയ പ്രായം തൊട്ടേ കുട്ടികളെ ബോധവാന്മാരാക്കുകയും ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം വളരെ ഗ്ലോറിഫൈ ചെയ്ത് മീഡിയയിൽ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയൊക്കെ ചെയ്താലാണ് ഇതൊരു നല്ല കാര്യമല്ല നമുക്ക് വ്യക്തിപരമായിട്ട് എന്നുള്ള ധാരണയിലേക്ക് ഒരു കുട്ടിക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ മറുഭാഗത്തും ചോയ്സസ് ഉണ്ടെന്ന് കാണിച്ചു കൊടുത്താലല്ലേ ഇത് വേണോ വേണ്ടോ എന്നുള്ളൊരു തീരുമാനം കുട്ടിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതെ അതെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ, ഇപ്പം നമ്മുടെ 60 കഴിഞ്ഞവരുടെ മെന്റൽ ഹെൽത്ത് അവരുടെ ഒരു ലാസ്റ്റ് ഫേസിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അവരുടെ ആകുലതകള്, അവരുടെ മനസ്സിൽ കടന്നു പോകുന്ന ഓരോ ചിന്തകളും അവർക്ക് നമുക്ക് കൊടുക്കാൻ, ഈ മാനസികാരോഗ്യ മേഖലയിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ കരുതൽ എന്താണ്? നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സമയമാണ്. നമ്മളിപ്പോൾ ഈ സ്ക്രോൾ ചെയ്ത് കളയുന്ന സമയം മതി ഒരു സീനിയർ സിറ്റിസൻ്റെ അടുത്ത് നമ്മളൊരു 5 മിനിറ്റ് എന്തെങ്കിലും അവരുടെ പോസിറ്റീവ് മെമ്മറി ചോദിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു അറിവ് നമുക്ക് പകർന്നു തരാൻ പറയുകയോ അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് പഠിച്ചൊരു കാര്യം അവരെ പഠിപ്പിച്ചു കൊടുക്കുകയോ. ഇപ്പോൾ ഒന്നുമില്ല, വളരെ സിമ്പിൾ. ഒരു ഗൂഗിൾ പേ ചെയ്യാൻ നിങ്ങളൊരു സീനിയർ സിറ്റിസനെ പഠിപ്പിക്കും, അവരെന്തുമാത്രം ഹാപ്പി ആയിരിക്കും എന്നറിയാമോ? അല്ലെങ്കിൽ ഒരു ഗൂഗിളിൽ ഒരു സാധനം സെർച്ച് ചെയ്യാൻ പഠിപ്പിക്കുക, എന്തെങ്കിലും ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനായിട്ട് നമുക്ക് അവരെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ അവരുടെ കൂടെ നമുക്കൊന്ന് ഹോസ്പിറ്റൽ വിസിറ്റിന് പോവാം. എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് ഈ കരുതൽ കൊടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ എല്ലാം നമ്മൾ എന്താ കൊടുക്കുന്നത്? നമ്മുടെ സമയമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇറസ്പെക്റ്റീവ് ഓഫ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് സീനിയർ സിറ്റിസൺ, ഇഫ് യു ആർ വില്ലിംഗ് ടു ഗിവ് ടൈം, ദർ വിൽ ബി ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ ദെയർ മെന്റൽ ഹെൽത്ത്. നമ്മുടെ മെന്റൽ ഹെൽത്ത് അടിപൊളിയാക്കി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പബ്ലിക്കിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു 4 ടിപ്സ്, ഒരു 5 ടിപ്സ് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും? പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ടിപ്സ് ഒന്നുമില്ല. ഇന്റേണൽ ഡിസിപ്ലിൻ ആണ് മെന്റൽ ഹെൽത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. കൃത്യസമയത്ത് ഉറങ്ങുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സമയനിഷ്ഠ പാലിക്കുക, കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെക്കാതെ ചെയ്ത് ശീലിക്കുക കൃത്യമായിട്ട്. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അപ്പം നമ്മൾ അവനവനെ ആവശ്യത്തിൽ കൂടുതൽ ഭയങ്കരമായിട്ട് സെൽഫ് ക്രിട്ടിക്കലായിട്ട് കാണാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന പോരായ്മകൾ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രശ്നങ്ങളിലേക്ക് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യുക. ഫൈനലി നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യും. ശരി, താങ്ക് യു.